ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതൊക്കെ എന്ത്? ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ലൈം ഹാക്സ് ആണ്. അപ്പൊ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്ലൈം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് 100% സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വ്യൂസ് വന്നുള്ള ചില വീഡിയോസ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ സ്ലൈമിന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. കാരണം നമ്മുടെ ഫെവിക്കോളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്യരുത്. സക്സസ്ഫുൾ ആയ മാത്രം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ വീഡിയോ ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാൻ നല്ല അടിപൊളി കിടിലൻ വീഡിയോസ് ആണ്. പിന്നെ നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ദീപി ഉണ്ട്. ദീപി ഉറങ്ങി എണീച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി അതേ സമയങ്ങളിൽ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം കോൾഗേറ്റ് എടുക്കുക. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹോട്ട് വാട്ടർ പ്ലസ് സോൾട്ട് ആണ് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ എന്താ പറയുന്നത്, റെഫ്രിജറേറ്ററിൽ ഒരു 2 hours വെക്കാനാണ് പറയുന്നത്. അത് കഴിഞ്ഞെടുത്തോക്കും നല്ല കിഡിലൻ സ്ലൈം കിട്ടുന്നതാണ് ഇവര് പറയണത്. അപ്പൊ ഇത് വർക്കൗട്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. റിസൾട്ട് വന്നേക്കുന്നത് ഇതേ. അപ്പൊ ഇത് നമ്മുടെ കോൾഗേറ്റ് എനിക്ക് നമ്മുടെ ഉപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കാനാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എടുത്തപ്പോഴത്തെ കോലാണിത്. ഇത് കലങ്ങിയില്ല, സ്ലൈം ആയിട്ടില്ല. ഇത് ഫ്ലോപ്പ് ഹാക്കാണ്. അപ്പൊ ഈ ഒരു റെസിപ്പി ആരും ട്രൈ ചെയ്ത് നോക്കണ്ട. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ കോൾഗേറ്റ് പേസ്റ്റിന്റെ കൂടെ വെറും ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈം ആവില്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ നമ്മൾ പല്ല് വെച്ചിട്ട് കുറച്ച് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വയൽ കുറച്ച് സ്ലൈം ആവില്ലേ? ഇല്ലേ ഇല്ലേ ഉണ്ട്. അല്പം ഡീഡിച്ച് കലക്കി 3 നേരം കൊടുത്താൽ മതി. പിന്നെ ഈ സാധനത്തിന്റെ ശല്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഗാർഗിൾ ചെയ്തതിന് ശേഷം നമ്മൾ കോൾഗേറ്റ് പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ സ്ലൈം ആവില്ലേ? അപ്പൊ എന്താ പറയാനുള്ളത്, അപ്പൊ ഇതൊരു ഫ്ലോപ്പ് ഹാക്കാണ്. അപ്പൊ ഇതുപോലത്തെ ഒക്കെ തമ്മില് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ദയവ് ചെയ്ത് നോക്കരുത്. നമ്മുടെ കോൾഗേറ്റ് പേസ്റ്റും പോവും, നമ്മുടെ ഉപ്പും പോവും, വെള്ളവും പോവും, വരെ നമ്മുടെ സമയം പോവും, കൈ കളക്കിയിട്ട് കൈയും വയ്യാണ്ടാവും. അപ്പൊ ഇതൊരു ഫ്ലോപ്പ് ഹാക്കാണ്, ആരും ട്രൈ ചെയ്ത് നോക്കണ്ട. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഗ്ലൂ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഫെവിക്കോൾ ആഡ് ചെയ്യാണ്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാണ്. പിന്നെ എനിക്ക് കോൾഗേറ്റ് ആഡ് ചെയ്യാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആക്ടിവേറ്റർ ആയിട്ട് ഏരിയൽ പ്ലസ് വാട്ടർ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല അടിപൊളി സ്ലൈം ആയിട്ടാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ ഈ ഹാക്ക് വർക്ക് കേട്ടോ, നമുക്കിത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. റിസൾട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇതിലെന്തായിരുന്നു, നമ്മുടെ ഫെവിക്കോള് അതിന്റെ കൂടെ കളർ ആഡ് ചെയ്ത് കൊടുത്തു. അതിന്റെ കൂടെ നമ്മള് എന്തുട്ടായിരുന്നു, നമ്മുടെ കോൾഗേറ്റ് പേസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ആക്ടിവേറ്റർ ആയിട്ട് നമ്മുടെ വാട്ടർ പ്ലസ് ഏരിയൽ ആണ്, ഏരിയൽ സൊല്യൂഷൻ ആഡ് ചെയ്തത്. അപ്പൊ അത് സൂപ്പർ ആക്ടിവേറ്റർ ആണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. കുറെ പേര് എനിക്ക് എന്താ പറയാ സ്ലൈം റെസിപ്പി അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ട് കുറെ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതേ റെസിപ്പിനെ കുറെ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു അട്ടർ ഫ്ലോപ്പ് ഹാക്കാണ്. അവര് ഏരിയൽ സൊല്യൂഷൻ ഒഴിക്കണ വഴിക്ക് സ്ലൈം ആവണ അവല് കണ്ടിട്ടുണ്ടെങ്കിലല്ല ശരിക്കും ഞെട്ടിപ്പൂട്ടാം. അപ്പൊ ഈ ഒരു ഹാക്കും ആരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇങ്ങാരും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊന്നും അറിയണല്ലോ, ആരും തള്ളരുത് കേട്ടോ. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തള്ളരുത്, സത്യം മാത്രം പറയണം. കാരണം എന്നാലാണ് കുറെ പേര് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മുടെ പേസ്റ്റ്, പിന്നെ ഫെവിക്കോള്, പിന്നെ നമ്മുടെ എന്തുട്ടാ ഏരിയല്, ഇതൊക്കെ നമുക്ക് വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും സത്യം മാത്രം പറയുക. അപ്പൊ ഇതൊരു ഫ്ലോപ്പ് ഹാക്കാണ്. അപ്പൊ ആരും ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം.
അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റെസിപ്പി. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവർ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫെവിക്കോൾ എടുക്കാണ്, അതിനുശേഷം അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാണ്, അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഷേവിംഗ് ഫോം ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷേവിംഗ് ഫോം ഒരു ഗില്ലറ്റിന്റെയാണ് ആഡ് ചെയ്തേക്കുന്നത്, ജില്ലറ്റോ എന്ത് വേണമെങ്കിലും പറയാം. അത് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാണ്. പിന്നെ ഒരു ലെൻസ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ലെൻസ് സൊല്യൂഷനും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇതൊരു അടിപൊളി കിഡിലൻ സ്ലൈം ആയിട്ടാണ് കാണിക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്ലൈം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഹാക്ക് വർക്കൗട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട് വന്നേക്കണത്. അപ്പൊ ഇതിലെന്തായിരുന്നു നമ്മുടെ ഫെവിക്കോള്, പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പിന്നെ എന്തായിരുന്നു അതിന്റെ കൂടെ കളർ ആഡ് ചെയ്തു, പിന്നെ നമ്മുടെ ഷേവിംഗ് ഫോം ആണ് ഗില്ലറ്റ് ഓർ ജില്ലറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ ഇട്ട് വിളിച്ചോ, അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ ലെൻസ് സൊല്യൂഷൻ ആണ്, അതുകൂടി ആഡ് ചെയ്ത് നോക്കിയപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ലൈം വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്തു നമ്മുടെ ബൊറാക്സ് സൊല്യൂഷൻ, അത് ഒഴിച്ചോട് കൂടി ഉണ്ടല്ലോ കണ്ടോട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലൈം. ഇതാണ് നമ്മുടെ സ്ലൈം. എന്റെ ദൈവമേ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ലൈം. അപ്പൊ ഇത് ലെൻസ് സൊല്യൂഷൻ വെച്ചപ്പോഴല്ലാണ്ട് നമുക്ക് തന്നെ വന്നു. പക്ഷെ ഇതേ സ്ലൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഇങ്ങനത്തെ സ്ലൈമാണ്, അത് പൊട്ടി പോണ സ്ലൈമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹോം മെയ്ഡ് സ്ലൈം ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ തോന്നുന്നത്. നമ്മുടെ ബൊറാക്സ് ഒഴിച്ചതിന് ശേഷമുള്ള കോലാണ് കേട്ടോ ഈ കാണുന്നത്. സൂപ്പറായി. ബൊറാക്സ് ഒഴിച്ചിട്ട് ഞാൻ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കയ്യിലൊന്നും അധികം അതിന്റെ തൊട്ട് അങ്ങനെ അതിലേക്ക് പോവും. അപ്പൊ നമ്മുടെ സൂപ്പർ സ്ലൈമായിട്ടാ. അപ്പൊ ഈ ഒരു ഹാക്കും അവര് പറഞ്ഞിട്ടുള്ള റെസിപ്പി വെച്ചിട്ട് നമുക്ക് കിട്ടിയില്ല. കാരണം ലെൻസ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് സ്ലൈം ആയില്ല. നമ്മുടെ എന്താ പറയാ, ഇനിയിപ്പോ ലെൻസ് സൊല്യൂഷന്റെ കണ്ടന്റിലുള്ള വ്യത്യാസമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ, കിട്ടാണ്ട് വെറുതെ പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ബൊറാക്സ് സൊല്യൂഷൻ വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ നമ്മുടെ സ്ലൈമിന്റെ. നിങ്ങൾ കണ്ടോളൂ. ഈ സ്ലൈമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കുറെ പേര്. ദീപി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പാറു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ കണ്ട, ഇതിങ്ങനെ പൊട്ടി പോവും ഇങ്ങനെ വലിക്കുമ്പോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കളിക്കാനുള്ള ഒരു സ്ലൈമാണിത്. അപ്പൊ ഷേവിംഗ് ഫോം ഒക്കെ വെച്ചിട്ട് നല്ല ഫ്ലഫി സ്ലൈം എന്ന് പറയട്ടത്. നമ്മള് ഫ്ലഫി ജിഗ്ലി സ്ലൈം എന്ന് പറയും. നമുക്ക് നല്ല രസം കിട്ടും അത് വെച്ച് കളിക്കാന്ന് നല്ലല്ലോ. സ്ലൈം ഇല്ലാതിരിക്കുന്ന അപ്പൊ എന്റെ വക സ്ലൈം ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക്, സ്ലൈം ഇല്ലാത്തവർക്ക് പിടിച്ചോ. 10-18 വയസ്സായി, ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല. അപ്പൊ ഈ ഒരു ഹാക്ക് നമുക്ക് സക്സസ്ഫുൾ ആയി. ലെൻസ് സൊല്യൂഷൻ വെച്ചെല്ലാം നമ്മുടെ ബൊറാക്സ് വെച്ചിട്ടാണ് റെഡി ആയിരിക്കണം. അപ്പൊ നമ്മളൊരു കാര്യം കൂടി ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്ലൈം റെസിപ്പിയില്ലേ, 2 എണ്ണം കൂടിയില്ലേ, അതിലേക്ക് നമ്മൾ ഇത്തിരി കൂടി ബൊറാക്സ് സൊല്യൂഷൻ വെച്ച് കൊടുക്കാൻ പോകണം. സക്സസ്ഫുൾ ആവാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാമല്ലോ. ഓക്കെ, അപ്പൊ കുറച്ച് ബൊറാക്സ് സൊല്യൂഷൻ വെച്ചിട്ട് വരാം. അതുകൊണ്ട് കോൾഗേറ്റ് സ്ലൈമിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ബൊറാക്സ് സൊല്യൂഷൻ വെച്ച് കൊടുക്കാൻ പോകണം. അപ്പൊ ബൊറാക്സ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മുടെ ഹോം മെയ്ഡ് സ്ലൈം എന്നുള്ള റെസിപ്പിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാണാത്തുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ശരിയാവണില്ല കേട്ടോ. ബൊറാക്സ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ കോൾഗേറ്റ് പ്ലസ് സോൾട്ട് വാട്ടർ സ്ലൈം നമുക്ക് ശരിയായില്ല. ബൊറാക്സ് സൊല്യൂഷൻ വെച്ചിട്ടത് ശരിയായില്ല. അപ്പൊ താരം ട്രൈ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്ലൈമിലേക്ക് ബൊറാക്സ് സൊല്യൂഷൻ വെക്കാൻ പോവാണ്. നമ്മുടെ ഫെവിക്കോൾ പ്ലസ് കോൾഗേറ്റ് പ്ലസ് ഏരിയൽ പ്ലസ് വാട്ടർ സ്ലൈമിലേക്ക് നമ്മൾ ഇതേ കുറച്ച് ബൊറാക്സ് സൊല്യൂഷൻ വെച്ച് കൊടുത്തു. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നോക്കാം. വാവ്, ഇത് സ്ലൈം ആവുണ്ട് കേട്ടോ.
അപ്പൊ നമ്മുടെ സ്ലൈം കൊണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കൊറാക്സ് സൊല്യൂഷൻ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ കോൾഗേറ്റ് പ്ലസ് നമ്മുടെ ഫെവിക്കോൾ എന്നുള്ളത് സംഭവം സ്ലൈം ആയി കിട്ടി. അല്ലാണ്ട് ഏരിയൽ പ്ലസ് വാട്ടർ വെച്ചാൽ നമുക്ക് സ്ലൈം ശരിയായി കിട്ടില്ല. ആരും അപ്പൊ അങ്ങനെ ചെയ്തിട്ട് വെറുതെ എന്താ പറയാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ബൊറാക്സ് സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ സ്ലൈം ഉറപ്പാണ്. അപ്പൊ എനിക്ക് ബൊറാക്സ് കിട്ടിയത് ഇവിടുത്തെ ഒരു ടോയ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ സ്ലൈം കിറ്റ്, സ്ലൈം ലാബ് കിറ്റാണ്. സ്ലൈം ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്, ടോയ് ആണ്. അതിനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ ആ വീഡിയോ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ട് കാണാത്തവരുടെയും കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് സ്ലൈം ആയി. അങ്ങനെ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞു.